എത്തിയായിരുന്നോ? തൊണ്ടേ കുരുക്കം കഴിച്ചിട്ട് എഴുതാറ്റ് പോട്ടെ. കഴിഞ്ഞോ? ഞാൻ ഇറങ്ങി ഇല്ല. ആ ഇതങ്ങനെ നോക്കിയിരിക്കുന്നത് എടുത്ത് കഴിക്ക്. ശരി. വേണ്ടേ, ജീവൻ കിടക്കണ്ടേ? ഇറങ്ങി. നീ എന്തു കിള്ളിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് വേണ്ടെന്നാ. നിന്നോട് ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചില്ലേ ദോശ വേണം ഇഡ്ഡലി വേണമെന്ന്. അപ്പൊ നീ അല്ലേ പറഞ്ഞ എനിക്ക് ദോശ മതിയെന്നു. കുഞ്ഞിന് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അമ്മ ഇത് ഉണ്ടാക്കി തന്നത്. എന്നിട്ടെന്താ കഴിക്കാത്തത്? അല്ല അമ്മ ഫോഴ്സ് ചെയ്യണ്ട. ചിലപ്പോ അവള് വൊമിറ്റ് ചെയ്താലോ ഫോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോഴേ. എന്നാലും കുറച്ചൊക്കെ കഴിക്കാൻ കേട്ടോ. ഒരു 2 പിടി കഴിക്കും. അമ്മ പറഞ്ഞ പോലെ ജീവൻ കിടക്കണ്ടേ? അത് കഴിച്ചിട്ട് വേണം. ഇത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം കൂടെ കഴിക്കണം. ഫസ്റ്റ് എന്നാ നീ എടുക്കടി മുത്തേ. അയ്യോ എനിക്ക് വേണ്ട. ഇതേ ഞാൻ എങ്ങനെ തീർക്കൊന്നും ചോദിച്ചാ ഇല്ല, ഇതേ ഉള്ളു. ഓ എനിക്ക് വേണ്ടല്ലോ. അമ്മ എന്താ പറഞ്ഞെടുക്കും? ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളു. മാമിക്കപ്പോ ഒന്നും മതി. എനിക്ക് ഒരെണ്ണം മതി. എനിക്കത് വിശപ്പില്ല. മതി അമ്മ. അമ്മ വാഴ്ത്തരട്ടെ. പതുക്കെ ഇങ്ങോട്ട് അമ്മ വിശക്കുമ്പോ കഴിക്കട്ടെ മാമി. ഇപ്പൊ അവൾക്ക് വേണ്ടായിരിക്കും. ഇത് നിന്റെ വയറ്റിൽ എന്താണോ ഉള്ളത്? കല്ല് വല്ല അടച്ചു വെച്ചാൽ മതി. ഞാൻ അടച്ചു വെക്കാം. വിശപ്പ് കഴിച്ചോ? നോക്കിയാണ് പനിയാൻ കാണുന്നത്. അഹങ്കാരം. വേറെ വല്ല ചിക്കനൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അവള് ചാടി വീണേനെ. ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ടായണ്ടേ. എന്തായി 1.5 മണിക്കൂറായില്ല. നിങ്ങൾ ധൃതി വെച്ചാൽ അങ്ങനെ. ഇതിനകത്ത് പറഞ്ഞാൽ കല്ലിനകത്തിട്ട് അടയ്ക്കാൻ പറ്റുന്ന കുഞ്ഞു സ്ക്രൂവാ. ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ പോലും കിട്ടത്തില്ല. അത് തപ്പിയെടുത്ത് ഓരോന്ന് ടൈറ്റ് ചെയ്യണ്ടേ. അത് 5 മണി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാര കാര്യമായിട്ട് കാണാൻ. നിങ്ങൾ കറിക്ക് വെണ്ടയ്ക്ക അരിയുന്ന പോലെ അല്ലത്. പണിയുണ്ട്. പറ്റൂലേ? ആര് പറഞ്ഞു? എടാ ഇതിനെക്കാട്ടിലും വലിയ ബുള്ളറ്റിന്റെ എഞ്ചിൻ കൈവെള്ളിട്ടാണ് ഇങ്ങനെ അമ്മാനെ വേണമെന്ന്. എനിക്ക് ഈ ഊക്കള മെഷീന്റെ കാര്യം പറ്റത്തില്ല. അത് റെഡിയാക്കുമല്ലേ. ധൃതി വെച്ചാൽ അങ്ങനെ പണിക്ക് പണിയതായ ഇത് വരണ്ടേ. സാന്ദ്രം തരണം. മെക്കാനിക്കിനെ വിട്ട് ബുദ്ധിമുട്ട്. എത്ര നേരം ഇപ്പൊ കടയിൽ കൊടുത്താൽ പണ്ടേ നന്നാക്കി തരുമായിരുന്നല്ലോ. അതിന് ഇതിന് മാത്രം കംപ്ലൈന്റ് ഒന്നും ഇല്ല. ആ കാണി പിടിക്കണില്ല, അത്രേ ഉള്ളൂ. കാണി പിടിക്കുന്നില്ലേ ആദ്യം ഈ ജാമ്പാവിന്റെ സാധനം വെച്ച് മാറും. 10,000-3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ മെഷീൻ കിട്ടത്തില്ലേ. ആ രമണന്റെ അടുത്ത് പറഞ്ഞാൽ 500 രൂപ കൊടുത്തു ഇൻസ്റ്റാൾമെന്റ് സാധനം തരും. അതെനിക്കറിയാം. 3000 രൂപ കിട്ടാ സാധനം കിട്ടുമെന്ന്. ഇതിപ്പോ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ ചോദിച്ചോളൂ. അതിന് ഈ 1.5 മണിക്കൂർ എടുത്ത് അവിടെ തന്നെ കുത്തിക്കൊണ്ടിരിക്കണ എന്നാ നീ? ഇവിടുത്തെ നട്ടുകള് ഇത് മെക്കാനിക്കിന് സ്വാതന്ത്ര്യം തരൂ. ഇത് നട്ടുകൾ ഓരോന്ന് മുറുക്കണ്ട. എന്നാലേ കാണി അടുക്കത്തുള്ളൂ. പൊന്നു റൊണാൾഡോ അഴിച്ചഴിച്ചഴിച്ച് അത് കുളമാക്കരുത്. അത് പറ്റിയ പോലെയെങ്കിലും എനിക്ക് തിരിച്ചു തരണേ. തന്ന പോലെ തിരിച്ചു തന്നാലും മതി. ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുത്ത് നന്നാക്കിക്കോ. എഞ്ചിൻ പണിക്കകത്ത് കയറി നമ്മളെ പഠിപ്പിക്കാൻ നിൽക്കല്ലേ. വേറെ ഏതിനകത്തും കയറി തർക്കിച്ചോ. ഇതിനകത്ത് കയറി തർക്കിക്കില്ല. എഞ്ചിൻ പണിക്കകത്ത് ഷാർപ്പാണ്. കറക്കാം. എവിടെയാടാ നീ മുറുക്കിയത്? അല്ല ഇവിടെ താഴെ. അത് ഓയിലില്ല. ഒരു ശകലം പോലും ഓയിലില്ല. ഈ തുണിയുടെ നൂലിൻ്റെയൊക്കെ വേസ്റ്റ് കയറി ജാമായി. ചുമ്മാതല്ല. അൺഡ്രൈവറിന്റെ അടിപ്പാവടെ വള്ളിയാണ് മെഷീനകത്തിരുന്നത്. ഇതൊരു ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് 10 പൈസ വരുമാനം ഉണ്ടാക്കി തരുന്നതാണ്. ഇതിന് റബ്ബറിന്റെ ബെൽറ്റ് മേടിച്ചത്. വേണ്ട, അത് യൂസാക്കണ്ടേ? കറങ്ങിക്കൊണ്ടിരുന്നതാണ് സത്യം. ആ പിരി ഉണ്ടല്ലോ നിന്റെ തലക്കകത്തുള്ള പിരി ആദ്യം മുറുക്ക്. നീ എഴുന്നേക്കട എന്റെ കസേരന്ന്. പണിയുണ്ട്. പണിയണ്ട, പണിഞ്ഞിടത്തോളം മതി. പുതിയത് മേടിക്കാം. ഇൻസ്റ്റാൾമെന്റ് ഇട്ടേ ഒരടവിൻ്റെ പൈസ ഞാൻ തരാം. ഉഷയുടെ എന്തെങ്കിലും മേടിച്ചാൽ മതി. ഇത് നേരത്താണോ എന്തോ ഒരു കുഴപ്പമുണ്ടായി. എന്ത് ചെയ്യൂ ദൈവമേ. പുതിയത് ഇലക്ട്രിക്കോ? ഈസി ആയിട്ട് എല്ലാം തരാം. ഈസിയാ. ബാ
എളുപ്പം 2 വാക്കിന് പറ. കിട്ടിയോ സാധനം കിട്ടിയോ? എന്തുവാ? പതുക്കെ. ആ ഓക്കെ. അമ്മൂമ്മ മഴ. ഓഹോ തുള്ളി. തുള്ളി. തേക്കാനോ? ചെണ്ട. എന്താണ്? മണി. ഇതെന്താണ് ചേച്ചി? മലയാളമല്ലേ? മലയാളമല്ലേ? അയ്യോ ഇത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ സൂപ്പർ ആയിട്ടാണ്. മഴത്തുള്ളക്കിലക്കോ? ആ നീ കേട്ടാ നല്ലു? പക്ഷെ ഇവള് സൂപ്പർ ആയിട്ട് പറഞ്ഞു. നിനക്കൊരു പോയിന്റ്. അടുത്തത് അമ്മൂമ്മ. ഓ ഇത്ര പെട്ടെന്ന് വന്നാ ഞാൻ വിചാരിച്ചു. നില്ല അറിയട്ടും. ആ അമ്മയ്ക്ക് അവിടെ നിങ്ങളാണ്. ഓക്കെ. മനസ്സ്. നാണം. ഇതെന്താണ്? മനസ്സ്. മലയാളം ഇംഗ്ലീഷാ? മലയാളം ആയിരിക്കല്ലോ. പുതിയ സിനിമയാ? പുതിയതല്ല, പണ്ട് കുറച്ച് പഴയതാ. അമ്മൂമ്മ വിശക്കണ്, വല്ലതും തരണം. വിശക്കുന്നു. ആ വല്ലതും തരണം. കുഞ്ഞിനൊക്കെ 2 ദിവസമായിട്ട് കഴിച്ചിട്ട് വയ്യ. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നതെല്ലാം അങ്ങ് തീർന്ന് കൊണ്ടാന്ന് ചോദിക്കട്ടെ കേട്ടാ. നിക്ക് ലില്ലി, ആ ഇങ്ങോട്ടൊന്ന് വന്നേ. എവിടെ പുളിയൻകുടി. പുളിയൻകുടി. നിങ്ങളുടെ മോളാണോ ഇത്? അനിയത്തിയുടെ മോള. അനിയത്തി മരിച്ചുപോയി. അച്ഛനല്ലേ? അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി. ചേച്ചിയാണോ നോക്കുന്നത്? ഞാനാ നോക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് വെക്കൂടെ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, വാർക്കപ്പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ശരീരസുഖം ഇല്ലാത്തത് കൊണ്ട് ഇപ്പം പോകാൻ ഒന്നിനും വയ്യാതെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ. ആ ശരീരത്തിൽ മൊത്തം നീര് വാർക്കപ്പണിക്ക് പൊക്കൊണ്ടിരുന്നത് തീരെ സുഖമില്ല. കൊടുക്കാൻ രാവിലെ ഉണ്ടാക്കിയതൊക്കെ തീർന്നില്ല അമ്മ. എൻ്റെ ഭർത്താവാണെങ്കിൽ ആക്സിഡന്റ് മരിച്ചുപോയി. ചേച്ചി രാവിലെ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞ ചേച്ചി. കുഞ്ഞിന് വിശന്നിട്ട് ചോറായി വരണ്ടേ? അതുവരെ നിൽക്കുമോ നിങ്ങള്? കൊച്ചിന്റെ പേരെന്തോന്ന്? കുഞ്ഞ് സംസാരിക്കത്തില്ല. അവിടെ പോയി കല്ലു. ദൈവമേ, കല്ലുവാ സംസാരിച്ചു. മക്കൾ എന്തെങ്കിലും ഉണ്ട്? പൈസ ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് കൊടുക്കും. ഒന്നേ ഉള്ള അനിയത്തിക്ക്? ഒന്നേ ഉള്ള ഒരു കുഞ്ഞേ ഉള്ളു. കരയണ്ട. ടാറ്റാ. അച്ചടാ ദൈവമേ, സാധാരണ ഇവിടെ എന്തൊക്കെ ഉണ്ടാവാറുള്ളതാ, ഇന്നൊന്നുമില്ല. കഷ്ടം. അവിടെ നിന്നങ്ങനെ വല്ല വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ പിള്ളേർക്കൊക്കെ ഭക്ഷണം വേണ്ട. ഇന്ന് കളിച്ചത് മതി മക്കളെ, പാവൻ. അല്ല അവര് കളിക്കട്ടെ. നിങ്ങൾ കളിക്കും. നിങ്ങൾ കളിച്ചോ? നമുക്ക് കളിക്കാം. കളിക്കാം. കളിക്കുന്നില്ലേ? ഇപ്പൊ മേലെ ഇവിടെ പിള്ളേരുമായിട്ട് കളിക്കുന്ന കണ്ടുപോകരുത്. നിർബന്ധിക്കുമ്പോ നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവൻ പറയുമല്ലേ. ഞാൻ കളിക്കുന്നില്ല. പോണാ അവർക്കൊന്നും കൊടുക്കാത്ത ഇവിടെ വച്ചോണ്ട് എന്തോന്ന്. ഞാൻ ഒന്ന് പോട്ടെ, പോയി നോക്കട്ടെ. സയ്യോ നമുക്ക് പിന്നെ കളിക്കാം കേട്ടോ. കഴിച്ച് വരുമ്പോ കളിക്കാം. രണ്ടും കൂടെ കളിക്കേ. ഞാൻ കാണട്ടെ, ഞാൻ കണ്ടോണ്ടിരിക്കാം. കളിക്കേ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. ഒരു ഡപ്പ കുറച്ചുകൊണ്ട് തിരക്കിയാണ്.
ആശിന് എന്ത് ചെയ്യണം? കൊള്ളാടാ നീ. എന്തിനിങ്ങനെ ഉപദ്രവിക്കണ മനുഷ്യനെ? ഉറങ്ങുമായിരുന്നോ? അല്ല, സാധാരണ നിങ്ങൾ ഇവിടെ നിങ്ങൾ കട്ടിലെ പക്കത്ത് സുഖമായിട്ട് കൂർക്കം വലിച്ചല്ലേ ഉറങ്ങുന്നേ? ഒരു ജോലി ചെയ്യാൻ നമ്മിക്കൂലേ? പേടിച്ചു പോയി മനുഷ്യൻ. പിന്നെ എങ്ങനെ പേടിക്കാനാ? അങ്ങനെ പേടിക്കും? അതാ പിന്നെ ഉറക്കത്തിൽ കേൾക്കുമ്പോ പേടിക്കൂലേ? ഇതെല്ലാം എനിക്കറിയാം. തയ്യൽ മെഷീൻ ഞാൻ പണിഞ്ഞപ്പോ എന്തോ ഒരു ചെറിയ തകരാറുണ്ട്. അതിന്റെ കുണ്ടക്കർ എടുത്തോണ്ടല്ലേ. ചെറിയ തകരാറാണോ വന്നത്? സുഹൃത്തെ അടങ്ങ്. രമണനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തയ്യൽ മെഷീൻ പുതിയത് കൊണ്ട് ഒരു മാസം അടവ് അടച്ചു. ആദ്യത്തെ ഡൗൺ പേയ്മെന്റ് 500 രൂപ കൊടുക്കും. അയ്യോ, അപ്പൊ ബാക്കി പൈസ ആരും എടുക്കും? ഈ തയ്ച്ച് കിട്ടുന്ന പൈസ ആരാണ് എണ്ണി മേടിക്കുന്നത്? ഞാനാണോ? ആണോ? തയ്യക്കൂലികളല്ലേ മേടിക്കുന്നത്. അപ്പൊ മാസം അടവ് നിങ്ങൾ അടച്ചോണം. നീ എന്ത് ന്യായമായി പറയുന്നത്? അതെന്താണ്? നശിച്ചിരുന്ന ഒരു സാധനം ഞാൻ വന്ന് റിപ്പയർ ചെയ്തപ്പോ കുറച്ചുകൂടെ നശിച്ചു. അപ്പൊ ഞാൻ ഒരു പുതിയ സാധനം പകുതി പൈസ കൊടുത്ത് മേടിച്ചായിരുന്നു. നിന്നോട് കുറച്ചുകൂടെ നശിപ്പിക്കാനാണോ ഞാൻ പറഞ്ഞത്? അത് ബൈക്ക് മെക്കാനിക്ക് ഇത് നമ്മളുടെ സിസ്റ്റം വ്യത്യാസമായി ഇപ്പൊ എന്റെ കുഴപ്പമാണ്. എന്ത് വ്യത്യാസം? നിനക്കൊരു മണ്ണും അറിയാൻ പാടില്ല. അത് അങ്ങാവർത്താനം പറയാം. ഇല്ല, അറിയില്ല. ബൈക്കും ഇതുമായിട്ട് എന്താ വ്യത്യാസം? എല്ലാത്തിലും സ്ക്രൂ ആയിരിക്കുന്നത്. ആ സ്ക്രൂ ഈ സ്ക്രൂ ഒരുപോലെയല്ലേ? സുഹൃത്തെ, തയ്യൽ മെഷീൻ വർക്ക് ചെയ്യുന്നത് നൂല് വെച്ചിട്ട്, ബൈക്ക് വർക്ക് ചെയ്യുന്നത് ഡീസലും പെട്രോളിനകത്ത്, ബാറ്ററിക്കകത്ത് വർക്ക് ചെയ്യുന്ന ബൈക്കുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നിന്നോട് ഡീസലും പെട്രോളിനകത്ത് ഒഴിക്കാനാണോ ഞാൻ പറഞ്ഞത്? മാറിയപ്പോ നൂല് പൊട്ടി. നീ ഒന്ന് പൊയ്ക്ക്. എന്റെ ദൈവം, എനിക്ക് ഇച്ചിരി മനസമാധാനം എന്താ? നീ പോ. ഞാൻ പോയേക്കാം. അവിടെ ജോലി കഴിഞ്ഞ് നമ്മള് പോയേക്കാം. അയ്യോ എന്റെ ദൈവമേ, ഞാൻ പച്ചരിട്ടു. ഇത് ചെളി കയറി താഴെ കിടന്ന സാധനമാണോ? ഇത് ഞാൻ പച്ചരിട്ട് വെക്കാൻ കഴുകി ഉണക്കി വെച്ചത്. ആരാടാ ഇതെന്താണേ കാണിച്ചേക്കണത്? ബോഡി കൊടു. എല്ലാത്തിനും എന്നെ കൂട്ടം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതവിടെ പട്ടി മൂത്രം ഒഴിക്കുന്നിടത്ത് കിടക്കുന്നത് തുടച്ചു മൂത്രം ഒഴിക്കണം. നീ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ലില്ലി, ഈ മുതലിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. എന്ത് പറ്റി? നല്ലൊരു കുപ്പി കൊണ്ടുവന്ന് കാണടി. നീ കാണടി. ഇവന് എന്തായിരിക്കും? നിന്റെ കൈക്ക് പൊരിപ്പൊരിപ്പുണ്ടോ? ഇത് വർക്ക്ഷോപ്പിൽ നട്ടിടാൻ വേണ്ടിട്ട് ഒരു ഡപ്പ വേണമായിരുന്നു. കുറച്ച് നാളുകൊണ്ട് ചെളിമണ്ണിനകത്ത് കിടക്കുന്ന സാധനം തുടച്ചു കൊടുക്കേണ്ടത് അവർക്ക് അന്നേരം അരിപ്പൊടി ഇടണം. ചേച്ചി ഒരു മിനിറ്റടി, ചെളിമണ്ണുള്ള വേറൊരു സാധനം ഞാൻ പറഞ്ഞു തരട്ടെ. അത് വൃത്തിയാക്കി എടുക്കാവോ? നട്ടോ ബോൾട്ടോ എന്താന്ന് വെച്ച് ഇട്ട് വെക്കാം. ദേ ഇത്. ചേച്ചി കളഞ്ഞതല്ലേ ചേച്ചി? ആ ചാച്ചനല്ലാടി, ഇവ നുണ പറയണതാ. നല്ലൊരു കുപ്പിയായിരുന്നു. എന്ത് ചേച്ചി പുറത്തിട്ടെങ്കിൽ അതങ്ങ് എടുത്ത് വെച്ചുകൂടായിരുന്നു. കുഴപ്പമില്ല ചേച്ചി, അടയ്ക്കാം. നൊത്ത വീണ്. ഒരു പപ്പടമെങ്കിലും വറുത്തിടാൻ പാടില്ലേടി? പപ്പടം വറുത്തിടാം. പപ്പടം ഈ വീട്ടിൽ അരപ്പിരിയുള്ള എന്നെ മുഴുവൻ പിരിയാക്കുവൻ. പോ, എഴുന്നേറ്റ് പോ ചെല്ല്. എനിക്കൊരു മുട്ട തരാമോ? മുട്ടയോ? ഇതിനകത്തുണ്ടാവും ഉള്ളത് മുഴുവൻ. ഞാനെന്ത് ചെയ്യാനാ? മുട്ട മേടിച്ചു വെക്കും, വരും, ബുൾസൈഡ് തിന്നും. മുട്ട എന്തിനപ്പോ? ആ കൊച്ചിന് കൊടുക്കാനായിരുന്നു. അതാണെങ്കിൽ ഒരു വക കഴിക്കുന്നില്ല. രാവിലെ ഒന്നും കഴിച്ചില്ല. ആര്? സയ്യു. വേണ്ടെന്ന്. നിരാഹാരം. വിശപ്പില്ലേ? വിശപ്പില്ലാഞ്ഞിട്ടൊന്നും അല്ല. ചേച്ചി അറിഞ്ഞില്ലേ ഒരു ഭിക്ഷക്കാരി ഒരു കൊച്ചും കൂടെ വന്നത്? ഇല്ല. ഒരു ചേച്ചിയും കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒരു വീടാന്ന് ഓർത്തിട്ടുണ്ടാവത്തായിരിക്കും ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് അപ്പൊ പിള്ളേരെല്ലാം കൂടെ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് വന്നിട്ട് എന്തെങ്കിലും തരുമോന്ന് വെച്ചപ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുവന്ന് 10 രൂപ കൊടുത്തു ചേച്ചി. അപ്പൊ എന്നോട് പറഞ്ഞ് കഴിക്കാൻ എന്തെങ്കിലും കൊച്ചിനെ വിശക്കുന്നെന്ന് പറഞ്ഞ്. രാവിലെ ആണെങ്കിൽ അവിടെ ഒരു ദോശയാണ് മിച്ചമുണ്ടായിരുന്നത്. അതാണ് ഞാൻ കഴിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു കഴിക്കാൻ ഇവിടെ ഒന്നും ആയിട്ടില്ല, പിന്നെ ഉച്ചയ്ക്ക് ചോറായി വരണോന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അന്നേ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവളിത് കേട്ട് സയ്യു. അപ്പൊ തൊട്ട് അവള് പറയാണ് എനിക്ക് ഇനി ഇവിടുന്നൊന്നും വേണ്ട, ഇവിടുന്ന് ആ കൊച്ചിനൊന്നും കൊടുത്തില്ല എന്ന്. അത് വിശന്നല്ലേ പോയത്, അതിന് വിശക്കത്തില്ലേ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുക. അങ്ങനെ വിളിച്ചു പറ. ഫസ്റ്റ് അതിനെ വിളിച്ചു പറഞ്ഞാൽ അത് വന്നിട്ട് കൊച്ചിനെ അങ്ങ് ന്യായീകരിക്കും. എന്നിട്ട് പറയും കൊച്ചിന്റെ ചിന്തയും പ്രവർത്തിയൊക്കെയാണ് ശരി, ഇതാണ് സമൂഹത്തിന് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാദിക്കും. അതുകൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ കൊച്ചി അത്താഴം പോലും കഴിക്കത്തില്ല. സയ്യുമേ, അങ്ങനെ നോക്കി ഇന്ത്യയിൽ എത്ര ആൾക്കാർ പട്ടിണിയിലുണ്ട്. അങ്ങനെ നോക്കി നമുക്ക് നാളെ അങ്ങനെ ഞാനും കഴിക്കൂലെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ ചിലപ്പോ ആ ആന്റിയും ആ കൊച്ചും കൂടെ ഇവിടുന്ന് പോയിട്ട് ഫുഡ് കഴിച്ചെങ്കിലോ? ഏത് കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും?
അതിനല്ല നമ്മൾ പൈസ കൊടുത്തവർ കഴിച്ചു കാണും. സയ്യു ഇങ്ങനെ കഴിക്കാതിരുന്നാലോ എന്തേലും ഉപയോഗമുണ്ടോ? ഇവിടെ ആരാടി വ്രതം എടുക്കണെന്ന് പറഞ്ഞ് തിന്നാതെയും കുടിക്കാതെയും എന്താടി? അവൾക്ക് ആഹാരം കൊടുത്തില്ലല്ലോ. ആഹാരം ഇവിടെ ഉണ്ടായിട്ട് കൊടുക്കാഞ്ഞാണോ? രാവിലെ നമ്മൾ കഴിച്ചപ്പോ തീർന്നു പോയില്ലായിരുന്നോ? പിന്നെ ഉച്ച വരെ അവര് നിക്കണ്ടേ? ചോറായി വരണ്ടേ? നമ്മൾ എന്നും കൊറേ ആഹാരം കഴിക്കത്തില്ല, അവര് കഴിച്ചിട്ടില്ലല്ലോ. പൊന്നെ അവരിപ്പൊ കഴിച്ചിട്ടുണ്ടാവും. നീ വാ. മക്കള് കഴിക്കാതിരുന്നാലുണ്ടല്ലോ കണ്ണിന് കാഴ്ച ഉണ്ടാവൂല, വയറിലിങ്ങനെ പുഴുക്കളൊക്കെ ഇങ്ങനെ വന്ന് ആകെ പ്രശ്നമാവും. അത് തന്നെയല്ല അവരിപ്പൊ കഴിച്ചിട്ടുണ്ടാവും. 30 രൂപയ്ക്ക് ദോശ ഇഡലിയും ചട്നിയും എല്ലാം കിട്ടുന്ന കാലമാ. അവർക്ക് പൈസ ഇല്ലല്ലോ. പൈസ നമ്മൾ കൊടുത്തല്ലോ. ഇവിടുന്ന് കൊടുത്തില്ല. അങ്ങനെ എത്രയോ വീടുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. ബാ, അവര് കഴിച്ചിട്ടുണ്ടാവും. ബാ എന്തുവാണ് ഇനി ഞാൻ ദേഷ്യപ്പെടുവേ. കഴിക്കാൻ കഴിയൂല. രാവിലെ ഒരു കുഞ്ഞു ദോശ കഴിച്ചത് വന്ന് എഴുന്നേറ്റ്. അല്ലെങ്കിൽ തന്നെ സയ്യു പട്ടിണി ഇറന്നിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛൻ വന്നല്ല. രാവിലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കേട്ടാ ഇവള്. കാര്യം എന്താ, രാവിലെ ഒരു കൊച്ചും തള്ളയും കൂടി വന്നായിരുന്നു ഇതിന് വേണ്ടിയിട്ടേ പൈസയൊക്കെ മേടിക്കാൻ മിഷ എടുക്കാൻ വേണ്ടി വന്ന്. അപ്പം കഷ്ടകാലത്തിന് ഇവിടെ അവര് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കഷ്ടകാലത്തിന് ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല. അപ്പൊ അവള് പൈസ കൊടുത്ത് അവര് കഴിച്ചില്ല, അപ്പൊ കൊച്ചു കഴിച്ചില്ല എന്ന് പറഞ്ഞ് ദേ ഇവള് കഴിക്കുന്നില്ല. അവക്ക് സങ്കടം. അവനാണ് എന്റെ മക്കൾ കഴിക്കാതിരിക്കണേ. അച്ചടാ കണ്ടാ, ഇങ്ങനെ ആയിരിക്കണം പൊങ്കച്ചക്കത്. കുട്ടികളായി ഇങ്ങനെ ഇരിക്കണം. മറ്റുള്ളവരുടെ വിശപ്പ് കണ്ടാ നമുക്ക് വിഷമം തോന്നണം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ചേച്ചി, അച്ഛൻ വന്ന് ആശ്വസിപ്പിച്ചിട്ട് ഭാരതരത്നം വാങ്ങിച്ചു കൊടുക്കുന്നു. എടി അതല്ല, അതിനിപ്പോ എന്താ അവള് ചെയ്ത നല്ലൊരു കാര്യമല്ലേ? നല്ല കാര്യം എന്ന് വെച്ചാൽ കൊച്ചു പട്ടിണി ഇരുന്നാലെങ്ങനെയാ? അത് ശരിയാണ് മക്കളെ. എന്തെന്നറിയാമോ, ഇപ്പൊ അവര് കഴിച്ചില്ല എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാതിരിക്കുന്നുണ്ട് എന്താവും? ഒന്നും ആവൂല. പക്ഷെ നമ്മൾ കഴിച്ച് നല്ല ശക്തിയൊക്കെ വന്നതിന് ശേഷം അങ്ങനെ വിശക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളായി മാറണം നമ്മൾ. അല്ലേ അല്ലേ മക്കളെ? അല്ലേ? അതാണ് വേണ്ടത്. കാപ്പി കുടിക്കാം. എടി അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വാന്ന്. ഇതാണെങ്കിൽ അവർക്കൊരു 5 സെന്റ് സ്ഥലം എഴുതി കൊടുത്ത് ഇവിടെ തന്നെ താമസിപ്പിക്കായിരുന്നു. ഞാൻ വടിയെടുക്കുവേ. വേണ്ട, നിർബന്ധിക്കേണ്ടതേ. എനിക്കിട്ട് നീ മക്കള് വിശക്കുമ്പോ കഴിച്ചാൽ എന്നാ കഴിക്കണ്ട, അത് തന്നെ നല്ലത്. എടി പിന്നെ എവിടെ ഉള്ളവര് വന്നത്? എവിടെ ഉള്ളതെന്ന് നമ്മളെങ്ങനെയാ അറിയണേ? കാര്യം ചെയ്യാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ. എന്തിനാടാ? നമ്മുടെ പഞ്ചായത്ത് മെമ്പറല്ലേ നമ്മുടെ അൻസാറ്, അവിടെ എല്ലാം കാണുമെങ്കിലേ. സാരല്ല, നോക്കട്ടെ. ആ അൻസാറേ, തക്കുടു പറ്റൂ? ചെയ്യൂല. ഇവിടെ എടുക്കല്ലേ. 1 2 3 തിരിഞ്ഞേ. മുടി കെട്ടി കഴിഞ്ഞിട്ട് പോരുത് കഴിച്ചവരുടെ കൂടെ. വേണ്ട. വേണ്ടേ? എന്ത് വേണ്ടാത്തത്? ഇത് എന്തൊരു വാശി പെണ്ണിന്. ഇതൊരു വല്ലാത്ത വാശിക്കാരിയാണ് കേട്ടോ. എനിക്കൊരു അമ്മാവനുണ്ടായിരുന്നു. സ്വഭാവം ഈ പെണ്ണിന് കിട്ടി. ആവശ്യമില്ല. ഇതങ്ങനെ കൊടങ്ങാനുള്ള സെബസ്റ്റാവിന്റെ വാശിയാ. വഴി കിട്ടിയതാ. അത് പറ. അതാ അളിഞ്ഞ സ്വഭാവമൊക്കെ കൊടങ്ങാവള വഴിയേ വരുള്ളൂ. കളിച്ച സ്വഭാവം. ഡി ഡി എന്താ തല കറങ്ങി വീഴും? നീ തല കറങ്ങി ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാ? മടത്തി കൊണ്ടുവന്നാക്കും നിന്നെ. വേണോ? കന്യാസ്ത്രീ ആക്കണ നിന്നെ? എന്നാ പോയി കഴിക്ക്, ഭക്ഷണം കഴിക്ക് പോയി. ഞാൻ ഒരു ബിരിയാണി ഓടിച്ചോണ്ട് വരട്ടെ, മുട്ട ബിരിയാണി. നിനക്ക് എന്താ വേണ്ടത്? നീ എന്തേ കാണിക്കണത്? ഏതോ കൊച്ചു വന്ന് അതിന് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞു നീ ഇവിടെ കിടന്ന് പട്ടിണി കിടന്നാൽ എങ്ങനെയാ? എത്രയോ പിള്ളേരുണ്ട്. എല്ലാരെയും കഴിപ്പിച്ചിട്ടേ അവള് എന്റെ കഴിക്കണം. ഇപ്പൊ ഞാൻ കഴിച്ചോടാ. നീ എത്ര നല്ല ആഹാരമാണെങ്കിലും സമയത്ത് കഴിച്ചാ നല്ലതാണ്. അത് പോയിന്റ്. അയ്യേ, എന്നിട്ട് 2 പ്രാവശ്യം വാങ്ങിച്ചു കഴിച്ച് ആർത്തി പിടിച്ച്. അതെ, അല്ലെ 3 പ്രാവശ്യം മേടിക്കായിരുന്നു. എന്റെ ഏട്ടാ, കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? നല്ല അടിപൊളിയായിരുന്നു ചേച്ചി. സത്യത്തിൽ ഞാൻ 1 പ്രാവശ്യം കഴിക്കുന്ന ആളാ. ഞാൻ 2 പ്രാവശ്യം കഴിച്ചു. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. എനിക്ക് വെച്ചിട്ട് കഴിക്കണം. ഇനി ഒരാൾക്കും കൂടെ ഉള്ളതൊക്കെ ഉള്ളു കഴിക്കാനായിട്ട്. അതെനിക്ക് വേണം. വേണോ? അൻസാർ ദേ മറ്റേ ചേച്ചി അവരാണ്.
ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി ജംഗ്ഷൻ എത്തിയപ്പോഴാണ് സാർ എന്നെ വിളിച്ചത്. കറക്റ്റ് ടൈമായിരുന്നു. ഇവരവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇവർക്കാണെങ്കിൽ ഭയങ്കര പേടി, എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർ വരാൻ കൂട്ടാക്കുന്നത്. അവസാനം ഞാൻ പറഞ്ഞൊരു നല്ല കാര്യത്തിന് ഞാൻ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരുവാ. സത്യം പറഞ്ഞ അൻസാറെ, ഞാൻ ഇവിടെ കണ്ടിട്ടൊന്നും വിചാരിച്ചതേ ഇല്ല. എന്തായാലും വന്ന നന്നായി. ഇവരവിടെ തന്നെ ഉണ്ടായിരുന്നു. മെമ്പർ വിളിച്ചത് വേറെ ഒന്നും കൊണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് പോയപ്പോ കഴിക്കാൻ ആഹാരമൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മോൾക്ക് ഭയങ്കര വിഷമായി പോയി. ഒന്നും കഴിച്ചില്ല, ഇതുവരെ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഞങ്ങള് മെമ്പറെ പറഞ്ഞു ഒന്ന് കാണുകയാണെങ്കിൽ വരാൻ പറഞ്ഞു. ആരുടെ ഡ്രസ്സായത്? പഴയതാ പുതിയതാ? ആ, അങ്ങനെ വേണം, നല്ലതേ കൊടുക്കാവൂ. കഴിച്ചിട്ട് പോവാം. വിളിക്ക്, കഴിക്കാൻ വിളിക്കോളെ. വരാൻ പറ. മക്കളെ വിളിക്ക്. പോയി വിളിച്ചോണ്ട് വാ, കൈ പിടിച്ചോണ്ട് വാ. ചെല്ല പിടിച്ചോ. ആ കൊണ്ടുപോ. ഇനി കഴിക്കാമോ? ഇനി കഴിക്കാമോ? ആ ചെല്ലടാ. സയ്യേ. Audience.